ഹായ് ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ കുമ്പിടി പാട്ടൊക്കെ ഇട്ടോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞാൻ കുമ്പിടി നാടുകളെത്തുന്നു. അല്ല ഗൈസ്, ഞാനും ഉണ്ട് കൂടെ. എങ്ങോട്ടും അല്ല, ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഞാൻ പോകുന്നു ഞങ്ങളുടെ പത്തനംതിട്ടയിലോട്ടാണ്. കൂടെ ഞങ്ങളുടെ കൂടെ ഒരാളും ഉണ്ട് കേട്ടോ, ഉത്തര പോൾ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ യാത്ര ചെയ്ത് സാധാരണ കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങാറ്. പക്ഷെ ഞങ്ങൾ ഈ പ്രാവശ്യം ഇറങ്ങുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. 6 മണിയായപ്പോൾ കോഴിക്കോട് നിന്ന് ജനശതാബ്ദി കയറിയതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊരു 11:45 ആയപ്പോഴത്തേന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ അടൂരേക്കാണ് പോകേണ്ടത്. എൻ്റെ നാട് പെരിങ്ങനാടാണ്. അപ്പോൾ അടൂരിൽ നിന്ന് നേരെ പോയി റൂം എടുത്തത് അടൂർ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ പോകുന്ന ആൾക്കാരെന്തിനാണ് അടൂർ ഇന്ദ്രപ്രസ്ഥയിലൊക്കെ റൂം എടുത്തതെന്ന് വിചാരിക്കും. അടൂർ പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ. മഹാദേവൻ്റെ മണ്ണിൽ ഉത്സവം എല്ലാ വർഷവും വന്ന് കാണുന്നതാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഒരുപാട് ബന്ധുക്കളൊക്കെ വന്ന് കൺജസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അടൂർ ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ റൂം എടുത്തത്. റൂമെന്നൊക്കെ വെച്ചാൽ വളരെ നീറ്റായിട്ടുള്ള റൂമാണ് കേട്ടോ. ഞങ്ങൾ 2 റൂം എടുത്തു. ഒന്ന് ഉത്തരയ്ക്കും ഒന്ന് എനിക്കാണ് റൂം എടുത്തത്. കണ്ടില്ലേ, ഇത്രയും വിശാലമായിട്ടുള്ള റൂമാണ്. അടിപൊളി റൂമാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അടൂർ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അടൂർ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ നിങ്ങൾ റൂം എടുക്കണം. അതുപോലെ തന്നെ ഞാനും കുമ്പിടിക്കും പ്രത്യേകിച്ച് വേറെ റൂം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഹംതും ദോനം കമറേക്കും ബന്ധുഹോ എന്ന് പറഞ്ഞു വെച്ച് ഞങ്ങൾ റൂമിലേക്ക് കയറി. കണ്ടില്ലേ, ഞങ്ങളുടെ റൂം ഇത്ര വിശാലമായിട്ട് നീറ്റായിട്ടുള്ള റൂമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് എന്താവശ്യത്തിനും അടൂർ പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും റൂം എടുക്കുക. പിന്നെ അടുത്ത് ഞങ്ങളുടെ ചായ കൂടിയായിരുന്നു കേട്ടോ. ഉത്തരയ്ക്കും എനിക്കും ചായ ഇല്ലാണ്ട് ഒരു ദിവസം പറ്റില്ല കേട്ടോ. ചായ അഡിക്റ്റഡ് ആണ് ഞങ്ങൾ. അപ്പോൾ ഇന്ദ്രപ്രസ്ഥയിലെ അടിപൊളി 2 ചായയും കുമ്പിടി ഒരു കോഫിയും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥയിലെ കോഫി ടീ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാൻ എന്നിട്ട് നേരെ ഞങ്ങളുടെ നാട്ടിലേക്കാണ് പോയത് കേട്ടോ. നാടെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ള അടൂരിന്ന് വീട്ടിൽ. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് കനാലിൻ്റെ ഒരു ഭാഗമാണ്. ഇതിന് അക്കുഡേറ്റ് എന്ന് പറയും. ഇതിന് അക്കുഡേറ്റ് എന്നാണ് പറയാം. ഞങ്ങൾ കണ്ടത് കണ്ടില്ലേ, ഇതിൽ ഷവർ പോലാണ്. ഇവിടെ ഷവറിന് കീഴിൽ നിന്നിട്ടാണ് ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യുക. ആണ്ട ഉത്തരയും കുമ്പിടിയും ഒക്കെ അവിടെ നിന്ന് കുളിക്കുന്നത്. മക്കളെ, വൈബെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വൈബാണ് കേട്ടോ. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ തനി നാട്ടുമ്പുറമാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് വീടിൻ്റെ അടുത്തുള്ളത് കാണിച്ചിരിക്കുന്നത്. തോടും വയലും കനാലും കവുങ്ങും പിന്നെ തെങ്ങും വാഴയൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. പിന്നെ ഇവർ കുമ്പിടി ഉത്തരം കുറച്ച് നമ്മുടെ റിലേറ്റീവുള്ള കുട്ടികളെല്ലാം കൂടെ കയറിയിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഉത്തരനെ ഞാൻ തിരിച്ചു വിളിച്ചു. കാരണം ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ റെഡിയായിട്ട് തിരിച്ചു. കുമ്പിടീനെയും പരിവാരങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് താഴെ പോയി ഷവർ പോകാനൊക്കെ വെള്ളച്ചാട്ടത്തിൽ ഒന്നുകൂടെ കുളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ദേഷ്യപ്പെട്ടിഞ്ഞ് പോകുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് റൂമിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഞാനും ഉത്തരം എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളോട് ഒരു കാര്യം പറയാണ്. നിങ്ങൾ എന്തെങ്കിലും തെക്കോട്ട് സൈഡിൽ എന്ന് വെച്ചാൽ കോട്ടയം, തിരുവനന്തപുരം, കൊട്ടാരക്കര ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു കല്യാണമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. അവിടുത്തെ ഒരു സദ്യ എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മേൻ്റെ ഫുഡിൻ്റെ ആയിരുന്നു പറയേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് അടിപൊളിയായിട്ട് സദ്യയൊക്കെ ഒരുക്കും. അതിൻ്റെ ഒരു ചെറിയൊരു കാറ്റ് എന്നേലും വീശിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സദ്യേൻ്റെ ഒക്കെ ടേസ്റ്റിൻ്റെ ഒക്കെ കാര്യം ഒന്നും പറയണ്ട. എല്ലാ കറികളും കൂട്ടി. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെയാണ് സാമ്പാറൊക്കെയാണ് ചോറിൻ്റെ മേലൊഴിക്കുക. അവിടെ അന്ന് പരിപ്പ് കറിയാണ് കേട്ടോ. പരിപ്പ് കറിയും അതിൻ്റെ പുറത്ത് പപ്പടം നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഇളക്കി ഒരു പിടിയങ്ങ് പിടിക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളപ്പോൾ പപ്പടം കൂട്ടി സദ്യ കഴിക്കുകയാണ്. ഉത്തരയ്ക്ക് ഞങ്ങളുടെ അമ്മ സ്നേഹത്തോടെ നെയ്യ് വിളമ്പി കൊടുക്കുന്നു. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് വിളിക്കാൻ സമയം എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് എല്ലാം ഉത്തരം നമുക്ക് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അടപ്രഥമൻ കൂട്ടി ഞങ്ങൾ ഫിനിഷ് ചെയ്യാണ്.
പായസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അടപ്രഥമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശർക്കരയിൽ വലിയ അട ഉണ്ടാക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുക. ഇങ്ങോട്ടൊക്കെയാണ് ചെറിയ അടയായിട്ടുള്ള പായസമാണ്. അതൊന്നും എനിക്ക് അങ്ങനത്തെ പിടിക്കാറില്ല. പക്ഷേ ഇതൊക്കെ ഒരു മസ്റ്റായാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തെക്കോട്ടുള്ള സദ്യ എന്തെങ്കിലും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ആ അവസരം നിങ്ങളത് മുതലാക്കണം. എന്തെങ്കിലും പിന്നെ എൻ്റെ കൂടെ ആർക്കെങ്കിലും ഉത്സവം അടുത്ത വർഷം കാണാൻ വരുന്നെങ്കിൽ എൻ്റെ കൂടെ വരാം കേട്ടോ. നിങ്ങൾ വീട്ടിൽ അടിപൊളി സദ്യ കഴിക്കുന്ന സമയത്ത് കുമ്പിടിയുടെയും പരിവാരങ്ങളുടെയും വെള്ളത്തിലുള്ള ചാട്ടമാണ് ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അവർ ഒരുപാട് ആസ്വദിച്ച് അർമാദിച്ചിട്ടാണ് ഇപ്പോൾ എന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എൻ്റെ നാട്ടിൽ 10 ദിവസം ഉത്സവമാണ് കേട്ടോ. അപ്പോൾ 1-ാം ദിവസം കൊടിയേറും, 10-ാം ദിവസം കൊടിയിറങ്ങി ഉത്സവമാണ്. അതുപോലെ തന്നെ ഇത് ഞങ്ങൾ 9-ാമത്തെ ദിവസമാണ് വീട്ടിൽ ചെല്ലുന്നത്. അന്ന് ഈ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അന്ന് സെറ്റ് സാരി കൊടുത്തിട്ടാണ് വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഇനി ഞങ്ങൾ പിറ്റേ ദിവസം അതുപോലെ ഈ റൊട്ടീൻ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം റൂമിൽ വന്നിട്ട് അടിപൊളി സാരിയൊക്കെ കൊടുത്തിട്ട് ഞാനും ഉത്തരയും കുമ്പിടിയും കൂടെ ഒക്കെയാണ് അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിലെ കെട്ടുകാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതുപോലെ 10 കരകളുണ്ട്. 10 കരകളിൽ നിന്ന് ഇതുപോലത്തെ കാളയും തേരും ഒക്കെ ആയിട്ടാണ് ഉത്സവം കൊണ്ടാടുക. കൂടുതൽ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ വീഡിയോ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്സവം ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ദൈവങ്ങളും ഇതൊന്നും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. തേരെന്ന് പറഞ്ഞാൽ ഈ കുമ്പിടിയുടെ പുറകെ കാണുന്നതാണ് കേട്ടോ തേരെന്ന് പറയുന്നത്. അതുപോലെ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ട് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. ആൾക്കാരൊക്കെ അതിശയിച്ചു പോയി, കാരണം ഞങ്ങളുടെ നാട് അവിടെ അല്ലെന്ന് ആയിരുന്നു ഇവരുടെയൊക്കെ ഒരു ധാരണ. പക്ഷെ അമ്പലത്തിൽ കണ്ടപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് നമ്മളെ കണ്ടപ്പം മിണ്ടാൻ തന്നെ എല്ലാവർക്കും ഒരു ഇതായിരുന്നു. കാരണം വിറക്കിയായിരുന്നു എല്ലാവരും വന്ന് സംസാരിച്ച്, കാരണം നമ്മളെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ തൊഴുതു. അതിനുശേഷം വീണ്ടും കെട്ടുകാഴ്ചയുടെ മുന്നിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിലെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു. അങ്ങനെ എല്ലാവരെയും കണ്ടു വെച്ച് ഞങ്ങൾ അന്ന് വീണ്ടും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് നല്ല അടിപൊളി സദ്യ, വീണ്ടും സദ്യ. അവിടെയൊക്കെ നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഫുൾ വെജിറ്റേറിയൻ ആണ്. ദൈവിക കാര്യങ്ങൾക്കൊന്നും ഞങ്ങളുടെ നാട്ടിലോട്ട് തെക്കോട്ടൊന്നും നോൺ വെജ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പേരിടിയിൽ, അതുപോലെ തന്നെ അങ്ങനെ നല്ല ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, എൻഗേജ്മെൻറ്റ്, അതിനൊന്നും നോൺ വെജ് ഉണ്ടാവില്ല. എല്ലാം വെജിറ്റേറിയൻ ആയിരിക്കും. അതുകൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനും കുമ്പിടിയൊക്കെ ചെറിയൊരു ഡിവറ്റ് ഒക്കെ അമ്പലത്തിലൊക്കെ ഇട്ട് വീണ്ടും പോയി ഫോട്ടോ അയക്കുന്ന കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾക്ക് രാവിലെ 9 മണിക്ക് കായംകുളത്ത് പോകണമായിരുന്നു. കായംകുളത്ത് നിന്നായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ റൂമിലൊക്കെ വന്ന് ഫ്രഷായിട്ട് ഭയങ്കര തലവേദനയും നടുവേദനയും ദേഹവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. നേരെ വണ്ടി പിടിച്ച് റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നിട്ട് എൻ്റെ അമ്മ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഒരു കുളിയും പാസ്സാക്കി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. രാവിലെ 8:30 ആയപ്പോഴത്തേന് അലാറം വെച്ച് ഞങ്ങൾ 3 പേരും റെഡിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ചെക്ക് ഔട്ട് ചെയ്ത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. തിരിച്ച് കോഴിക്കോടും എത്തി. ബായ്.